നമസ്കാരം, ഞാൻ വിനോദ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ അവ തമ്മിൽ ആഡ് ചെയ്യുന്നതിന് എളുപ്പ വഴിയുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ ഇത്രയും വലിയ സംഖ്യ ഉണ്ടോ, ഇത് ആഡ് ചെയ്യുമ്പോൾ ശിഷ്ടം വരും, ശിഷ്ടം കൂട്ടാൻ മറന്നു പോകും, അല്ലെ തെറ്റിപ്പോകും. വലിയ സംഖ്യകളെ കൂട്ടുമ്പം അതൊന്നുമില്ലാതെ ശിഷ്ടം മറന്നേക്കും, അതൊന്നും നോക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ കാണിച്ചു തരാം. നോക്കിയാലോ? ഇല്ല, നമ്മൾ ഈ സാധാരണ രീതി ചെയ്യുമ്പോൾ ഇവിടുന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആഡ് ചെയ്തങ്ങ് പോകാം. 9 8 എത്രയാ? 17 മുഴുവൻ എഴുതണം. അല്ല, ഇവിടെയൊക്കെ നമ്മൾ ഇത് 9 തൊട്ടും 17 7 ശിഷ്ടം 1 മോളി എഴുതണം, അങ്ങനെ എഴുതി കൂട്ടും. ഇതൊന്നും വേണ്ട, നോക്കി വെച്ചോളൂ, എളുപ്പമാണ്. അപ്പം 9 തൊട്ടും 17 മുഴുവൻ എഴുതുന്നു. ഇനി 6 5 11 എഴുതുമ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഒരു സംഖ്യയുടെ അടിയിൽ ഒരെണ്ണം എഴുതുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. 9 തൊട്ടും 17 മുഴുവൻ എഴുതി, 6 5 11 മുഴുവൻ എഴുതി. കണ്ടോ, ശിഷ്ടം ഒന്നും പ്രശ്നമല്ല. പിന്നെ 7 3 10 ഇങ്ങോട്ട് മാറ്റി എഴുതി. കണ്ടോ, ഓരോ സംഖ്യ ഇങ്ങനെ മാറ്റി എഴുതണം. 9 4 എത്രയാണ്? 13 ഇങ്ങനെ എഴുതി. 7 3 എത്രയാണ്? 10. നമുക്ക് ശിഷ്ടം എന്നുള്ള കാര്യം ഇല്ലാന്ന് മനസ്സിലായില്ലേ? 9 3 എത്രയാണ്? 12. 8 2 എത്രയാണ്? 10. 9 8 17. കണ്ടോ, ഇങ്ങനെ ഒരു സംഖ്യ മാറ്റി 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 എഴുതി പോയാൽ മതി. നോക്കിക്കേ, 9 8 17, 6 5 11, 7 3 10, 9 4 13, 3 7 10, 9 3 12, 8 2 10, 9 8 17. ഇതിന് എഴുതി. ഇനി നോക്കിയേ, ഇനി ഇങ്ങനെ ഒന്ന് കൂട്ടുക, ആഡ് ചെയ്യുക. അപ്പോഴും ശിഷ്ടത്തിന്റെ പ്രശ്നമില്ല. നോക്കിയോ, 7 1 2 1 3 1 3 1 4 1 1 1 2 7 1 8 1. കണ്ടോ, ഒരിടത്തും ശിഷ്ടം കൂട്ടിയില്ല, അല്ലെങ്കിൽ മറന്നുപോയി, ഒന്നും നമുക്ക് ബാധിക്കുന്നില്ല. കണ്ടോ, ഇങ്ങനെ എഴുതിയിട്ട് 7 1 2 1 3 1 3 1 4 0 1 1 1 1 2 7 1 8. ഇതാണ് ഉത്തരം. നിങ്ങൾ അല്ലാത്ത രീതിയിൽ കൂട്ടി നോക്കിയോ, ഇത് തന്നെ ഉത്തരം കിട്ടും അല്ലേ. ഇനി എല്ലാ സംഖ്യകളും ഇങ്ങനെ കൂട്ടാൻ പറ്റില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അതും കൂടെ അടുത്ത കണക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് മനസ്സിലായല്ലോ അല്ലേ? അടുത്ത കാണിച്ചു തരാം. പതിനെട്ട് 2 3 7 0 5 പ്ലസ് 2 1 7 3 0 1 8 1. ഇങ്ങനെയുള്ള ഇത് വേറൊരു രീതിയിലുള്ള സംഖ്യ. അപ്പൊ ഇത് കൂട്ടണമെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ശിഷ്ടം ഇല്ലാത്തത് 2 1 എത്രയാ? 3. ഇങ്ങനെ എഴുതി അല്ലേ. 3 എഴുതുമ്പോൾ ഇടതുവശം ഒരു 0 ഇട്ട് എഴുതുക, അത് കുഴപ്പമില്ല. 8 1 എത്രയാ? 9. 9 എന്നുള്ളത് ഇവിടെ 2 അക്കമായിട്ട് എഴുതണമെന്നില്ലേ, 0 9 എന്ന് എഴുതണം. ഇവിടെ ഇടതുവശം ഒരു 0 ഇടുക, അത്രേ ഉള്ളൂ. 8 1 9 9 മാത്രം ഇതിൻ്റെ അടി കൊണ്ട് എഴുതരുത്, ഇവിടെ ഒരു 0 ഇട്ടിട്ട് 9 എഴുതണം. 7 1 8 എന്നുള്ള എങ്ങനെ എഴുതണം? ഇവിടെ ഒരു 0 ഇട്ടിട്ട് ഇപ്പുറമാണ് 8 എഴുതാൻ. നമ്മൾ മുമ്പേ കിട്ടിയപ്പോൾ 8 7 15 എന്നാണ്, 1 ഇവിടെ 5 ഇവിടെ എഴുതിയില്ല അതുപോലെ. പക്ഷെ ഇവിടെ 8 മാത്രമേ ഉള്ളതുകൊണ്ട് ഇടതുവശം ഒരു 0 ഇടണം, അത്രയും ഓർത്താൽ മതി. 3 2 5 5 ഉള്ളൂ, അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ടിട്ട് വേണം 5 എഴുതാൻ. 3 0 3 അല്ലേ, അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ടിട്ട് 3. 7 1 8, അവിടെ 0 ഇട്ടിട്ട് 8. 8 0 8, അവിടെ 0 ഇട്ടിട്ട് 8. 5 1 6, 0 ഇട്ടിട്ട് 6. ഇനി കൂട്ടിയാൽ മതി. 6 8 8 3 5 8 9 3. ഇടതുവശം 0 ഉണ്ടെങ്കിലും കാര്യമില്ലോ, ഇതായിരിക്കും ആൻസർ. അപ്പോൾ ശിഷ്ടം എന്നുള്ളത് നമ്മൾ മറന്നേക്കൂ, ഇങ്ങനെ കൂട്ടുകയും ചെയ്യാം എന്നുള്ളത് മനസ്സിലായില്ലേ. ഇത് എളുപ്പവഴിയാണ്. നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ശിഷ്ടത്തിന്റെ കാര്യം മറന്നുപോയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, തെറ്റാതിരിക്കും അല്ലേ. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.